തൃശൂർ വാണിയംപാറയിൽ വൻ ലഹരിവേട്ട. വാഹന പരിശോധനയ്ക്കിടെ MDMAയുമായി യുവതിയടക്കം 3 പേർ പിടിയിൽ. ചേലക്കരയിൽ പഞ്ചായത്ത് അംഗത്തെ ക്രൂരമായി മർദ്ദിച്ച് റോഡിൽ തള്ളിയതായി പരാതി. ബൈക്കിന്റെ അമിത വേഗത ചോദ്യം ചെയ്തതിനാലാണ് ആക്രമണം. മർദ്ദിച്ച ശേഷം യുവാക്കൾ കടന്നുകളഞ്ഞു. അന്വേഷണം ആരംഭിച്ച് പോലീസ്. അന്തിക്കാട് ബസ് യാത്രക്കിടെ യാത്രക്കാരി കുഴഞ്ഞു വീണ് മരിച്ചു. മുറ്റിറ്റൂർ സ്വദേശിനി ലീലയാണ് മരിച്ചത്. മമ്മിയൂരിൽ ആംബുലൻസ് ഓട്ടോറിക്ഷയിലിടിച്ച് ഒരു കുടുംബത്തിലെ 6 പേർക്ക് പരിക്കേറ്റു. അതിരപ്പിള്ളി മലക്കപ്പാറ റോഡിൽ ആനക്കയത്ത് KSRTC ബസിന് നേരെ കാട്ടാനയുടെ ആക്രമണം. യാത്രക്കാർ ബഹളം വെച്ചതോടെ ആനകൾ കാടുകയറി. ഗുരുവായൂർ ക്ഷേത്രത്തിൽ കല്യാണ മാമാങ്കം. ഒരേ സമയം 5 മണ്ഡപങ്ങളിലായി 227 വിവാഹങ്ങൾ നടന്നു. നമസ്കാരം. വാർത്തകൾ വിശദമായി. തൃശൂർ വാണിയംപാറയിൽ വൻ ലഹരിവേട്ട. അന്തർ സംസ്ഥാന സ്വകാര്യ ബസിൽ കടത്തുകയായിരുന്ന ലഹരി പദാർത്ഥങ്ങളുമായി യുവതിയടക്കം 3 പേർ പിടിയിലായി. പ്രതികളിൽ നിന്ന് 1.5 കിലോ കഞ്ചാവും 37 ഗ്രാം MDMAയും കണ്ടെടുത്തു. വരന്തരപ്പിള്ളി സ്വദേശിനി കൃഷ്ണപ്രിയ, കോതമംഗലം തട്ടേക്കാട് സ്വദേശി സെബിൻ എൽദോസ് എന്നിവരിൽ നിന്നാണ് MDMA പിടികൂടിയത്. ഇതര സംസ്ഥാന തൊഴിലാളികളിൽ നിന്നാണ് കഞ്ചാവ് പിടികൂടിയത്. ബാംഗ്ലൂരിൽ നിന്നാണ് ഇവർ ലഹരി വസ്തുക്കൾ കൊണ്ടുവന്നത്. തൃശൂർ എക്സൈസ്, CI തൃശൂർ എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡ്, സിറ്റി പോലീസ് ലഹരി വിരുദ്ധ സ്ക്വാഡും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് ലഹരി പദാർത്ഥങ്ങൾ പിടികൂടിയത്. ചേലക്കര പഞ്ചായത്ത് അംഗത്തെ ക്രൂരമായി മർദ്ദിച്ച് അവശനാക്കി റോഡിൽ തള്ളിയിട്ട് യുവാക്കൾ കടന്നുകളഞ്ഞതായി പരാതി. ഗുരുതര പരിക്കുകളോടെ 1-ാം വാർഡ് മെമ്പർ ശശിധരൻ തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിൽ ചികിത്സയിലാണ്. സംഭവത്തിൽ 2 പേർക്കെതിരെ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. അമിത വേഗത്തിൽ ബൈക്ക് ഓടിച്ചതിനെ ചോദ്യം ചെയ്തതിനാലാണ് മർദ്ദനം. ഉതുവടി അമ്പലനട റോഡിൽ വെച്ചാണ് സംഭവം. വീടിന് മുന്നിൽ നിൽക്കുകയായിരുന്ന മെമ്പറെ അമിത വേഗതയിൽ വന്ന ബൈക്ക് യാത്രക്കാരായ യുവാക്കൾ ആക്രമിക്കുകയായിരുന്നു. വാഹനം നിർത്തി ഇറങ്ങി വന്ന യുവാക്കൾ അസഭ്യം പറയുകയും പിന്നീട് കഴുത്തിന് പിന്നിൽ അടിച്ച ശേഷം ചവിട്ടി താഴെയിടുകയും ചെയ്തു. നിലത്ത് വീണ ശശിധരനെ കൈകളിൽ പിടിച്ചുയർത്തി റോഡിലേക്ക് വലിച്ചെറിഞ്ഞതോടെ ഇടുപ്പെല്ലിന് ഗുരുതര പരിക്കേറ്റു. അന്തിക്കാട് സ്വകാര്യ ബസ് യാത്രക്കിടെ യാത്രക്കാരി കുഴഞ്ഞു വീണ് മരിച്ചു. അന്തിക്കാട് കുറ്റിമാവ് സ്വദേശിനി വന്നേരി വീട്ടിൽ ഗോപാലന്റെ മകൾ ലീനയാണ് മരിച്ചത്. 56 വയസ്സായിരുന്നു. ഇന്ന് രാവിലെയാണ് സംഭവം. കുറ്റിമാവിൽ നിന്ന് ബസ്സിൽ കയറിയ ഇവർ അന്തിക്കാട് ആൾ സെന്ററിൽ വെച്ചാണ് അസ്വസ്ഥത പ്രകടിപ്പിച്ചത്. കണ്ടക്ടർ ഉടനെ തന്നെ ഇവർക്ക് വെള്ളം നൽകുകയും അതേ ബസ്സിൽ ഒളരി മദർ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഗുരുവായൂർ മമ്മിയൂരിൽ ആംബുലൻസ് ഓട്ടോറിക്ഷയിലിടിച്ച് ഒരു കുടുംബത്തിലെ 6 പേർക്ക് പരിക്കേറ്റു. ഓട്ടോറിക്ഷ യാത്രക്കാരായ കേച്ചേരി സ്വദേശി തെരുവത്ത് വീട്ടിൽ ഷക്കീർ, ഭാര്യ ഷംല, മക്കളായ ഫിർദൌസ്, അഫ്ല, തസ്ലീമ, മുബാറക് എന്നിവർക്കാണ് പരിക്കേറ്റത്. മമ്മിയൂർ പെട്രോൾ പമ്പിന് സമീപം ഇന്നലെ രാത്രിയായിരുന്നു അപകടം. മുതുവട്ടൂർ രാജ ആശുപത്രിയിൽ നിന്ന് രോഗിയെ എടുക്കുവാനായി പോയിരുന്ന കോട്ടപ്പടി ലൈഫ് കെയറിന്റെ ആംബുലൻസ് ചാവക്കാട് ഭാഗത്തുനിന്ന് വരികയായിരുന്ന ഓട്ടോറിക്ഷയിൽ ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ ഓട്ടോറിക്ഷ മറിഞ്ഞ് സമീപത്തെ മതിൽ തകർത്തു. പ്രവാസി വ്യവസായി പേനത്ത് ഷാജിയുടെ വീടിന്റെ മതിലാണ് തകർന്നത്. പരിക്കേറ്റവരെ അമല ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഗുരുതരമായി പരിക്കേറ്റ അഫ്ലയെ ആലുവയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. ആംബുലൻസ് ഡ്രൈവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. മലക്കപ്പാറ റോഡിൽ ആനക്കയത്ത് KSRTC ബസിന് നേരെ കാട്ടാനയുടെ ആക്രമണം. ശനിയാഴ്ച രാത്രിയായിരുന്നു സംഭവം. മലക്കപ്പാറയിൽ നിന്നും ചാലക്കുടിയിലേക്ക് വന്ന ബസ്സിനെയാണ് ഒരു മോഴയടക്കം 2 ആനകൾ തടഞ്ഞത്. മോഴയാന തുമ്പിക്കൈ കൊണ്ട് ബസിന്റെ മുൻഭാഗത്ത് തട്ടുകയും ചെയ്തു. യാത്രക്കാരും മറ്റും ബഹളം വെച്ചതോടെ ആനകൾ കാട്ടിലേക്ക് കയറിപ്പോയി. ചാലക്കുടി ഡിപ്പോയിലെ ബസിന് കേടുപാടുകളൊന്നും സംഭവിച്ചിട്ടില്ല.
ഗുരുവായൂരിൽ തിക്കും തിരക്കുമില്ലാതെ 227 വിവാഹങ്ങൾക്ക് ക്ഷേത്രസന്നിധി സാക്ഷിയായി. ഇത്രയും വിവാഹങ്ങൾ നടന്നിട്ടും ക്ഷേത്രസന്നിധിയിൽ ചെറിയ ഗതാഗതക്കുരുക്ക് പോലും അനുഭവപ്പെട്ടിട്ടില്ല. പുലർച്ചെ 5 മുതലാണ് കിഴക്കേ നടയിൽ ഒരേ സമയം 5 മണ്ഡപങ്ങളിലായി താലികെട്ട് ആരംഭിച്ചത്. മേൽപുത്തൂർ ഓഡിറ്റോറിയത്തിന് സമീപം പ്രത്യേകം കൗണ്ടർ ആരംഭിച്ച് വിവാഹ സംഘങ്ങൾക്ക് ടോക്കൺ നൽകി. നമ്പർ പ്രകാരം വധൂവരന്മാരെ ഓഡിറ്റോറിയം വഴി കല്യാണ മണ്ഡപത്തിന്റെ നടുത്തേക്ക് കയറ്റിവിട്ടു. ഓരോ സംഘത്തിലും 24 പേർക്ക് മാത്രമാണ് പ്രവേശനം നൽകിയത്. താലികെട്ട് കഴിഞ്ഞ് സംഘങ്ങൾക്ക് കിഴക്കേ നടയിലൂടെ പുറത്തു പോകുവാനുള്ള സൗകര്യവും ഒരുക്കി. ഇരുമ്പ് ഗേറ്റ് സ്ഥാപിച്ച് ദീപസ്തംഭത്തിന് മുന്നിൽ നിന്ന് ദർശനം നടത്തുവാനുള്ള സൗകര്യം ഒരുക്കിയിരുന്നു. ഇതോടെ ക്ഷേത്രനടയിൽ യാതൊരു തരത്തിലുമുള്ള തിക്കോ ബുദ്ധിമുട്ടുകളോ അനുഭവപ്പെട്ടിട്ടില്ല. അവധിയിലുള്ളവരെ തിരിച്ചു വിളിച്ച് ദേവസ്വം കൂടുതൽ സെക്യൂരിറ്റി ജീവനക്കാരെ ഉറപ്പുവരുത്തി. ക്ഷേത്രനടയിലും നഗരത്തിന്റെ പ്രധാന ഭാഗങ്ങളിലും കൂടുതൽ പോലീസുകാരെ നിയോഗിച്ചു. വൺവേ സംവിധാനം കർശനമാക്കുകയും പാർക്കിംഗ് കേന്ദ്രങ്ങൾ ഒരുക്കുകയും ചെയ്തതോടെ നഗരത്തിൽ ഗതാഗതക്കുരുക്ക് അനുഭവപ്പെട്ടിട്ടില്ല. ഇല്ലം നിറയായിരുന്ന കഴിഞ്ഞ വ്യാഴാഴ്ച 161 വിവാഹങ്ങൾ നടന്നതോടെ ക്ഷേത്രനഗരി ഗതാഗതക്കുരുക്കിൽ അമർന്നിരുന്നു. റെക്കോർഡ് വിവാഹം നടന്ന കഴിഞ്ഞ വർഷം സെപ്റ്റംബർ 8-നും തിരക്ക് എന്തെന്നറിഞ്ഞിരുന്നില്ല. 334 വിവാഹങ്ങളാണ് അന്ന് നടന്നത്. പോലീസും ദേവസ്വം ഉണർന്ന് പ്രവർത്തിച്ചതാണ് തിക്കും തിരക്കും അനുഭവപ്പെടാത്തത്. ബ്രിട്ടീഷ് ഗവൺമെന്റും കോമൺവെൽത്ത് സ്കോളർഷിപ്പും കമ്മീഷനും സംയുക്തമായി അക്കാദമിക് രംഗത്ത് മികവ് പുലർത്തുന്നവർക്ക് നൽകുന്ന സ്കോളർഷിപ്പിന് മറ്റത്തൂർ നൂലുവള്ളി സ്വദേശിനി അഖില ഉണ്ണി അർഹയായി. ബിരുദാനന്തര ബിരുദ പഠനം, ഗവേഷണം എന്നിവയ്ക്കായി നൽകുന്ന സ്കോളർഷിപ്പിനാണ് അഖില ഉണ്ണി അർഹയായത്. നൂലുവള്ളി പട്ലിക്കാടൻ ഉണ്ണികൃഷ്ണന്റെയും മുൻ കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ആശ ഉണ്ണികൃഷ്ണന്റെയും മകളാണ് അഖില. 50 ലക്ഷത്തോളം ഇന്ത്യൻ രൂപയാണ് സ്കോളർഷിപ്പ് തുകയായി ലഭിക്കുക. UK-യിലെ ക്രാൻഫീൽഡ് സർവകലാശാലയിൽ ഫ്യൂച്ചർ ഫുഡ് സസ്റ്റൈനബിലിറ്റിയിൽ ബിരുദാനന്തര ബിരുദ പഠനത്തിനായി അഖില സെപ്റ്റംബർ പകുതിയോടെ യാത്ര തിരിക്കും. ഇടവേള. ഗോബോ നന്ദിര ടി-മാർട്ടിൽ നിന്നും പർച്ചേസ് ചെയ്യൂ. വക്കാലക്ക ഓഫർ നറുക്കെടുപ്പിലൂടെ നേടാം ബമ്പർ സമ്മാനങ്ങളും ഒപ്പം ഗൃഹോപകരണങ്ങൾക്ക് 70% വരെ ഡിസ്കൗണ്ടുകളും കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകൾ തുടരുന്നു. ചിച്ചിലപ്പിള്ളിയിൽ കാൽനട യാത്രക്കാരിയായ വയോധികയുടെ 2 പവന്റെ മാല ബൈക്കിലെത്തിയയാൾ കവർന്നു. ചിച്ചിലപ്പിള്ളി ദർശന ലൈനിൽ താമസിക്കുന്ന ലില്ലിയുടെ മാലയാണ് കവർന്നത്. ഇന്ന് രാവിലെയാണ് സംഭവം. വാർഡ് മെമ്പർ സോണി തരകൻ അറിയിച്ചതിനെ തുടർന്ന് പേരാമംഗലം പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. മാല പൊട്ടിക്കുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ TCVക്ക് ലഭിച്ചു. തൃശൂർ അതിരൂപത മാധ്യമ ദിനാഘോഷം ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് ഉദ്ഘാടനം ചെയ്തു. ആധുനിക വാർത്താവിനിമയ രംഗത്തെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സഭയുടെ പ്രവാചക ദൌത്യം നിർവഹിക്കണമെന്ന് ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് പറഞ്ഞു. തൃശൂർ അതിരൂപത സഹായ മെത്രാൻ മാർ ടോണി നീലങ്കാവിൽ അധ്യക്ഷത വഹിച്ചു. സീറോ മലബാർ സഭ PRO ടോമി ഒലരിക്കാട്ട്, മോൺസിനോർ ജെയ്സൺ കൂനംപ്ലാക്കൽ, ഫാദർ ജോസ് വല്ലൂരാൻ, പാസ്റ്റർ കൌൺസിലർ സെക്രട്ടറി ജോഷി വടക്കൻ, പബ്ലിക് റിലേഷൻസ് ഡയറക്ടർ ഫാദർ സിംസൺ ചിറമൽ തുടങ്ങിയവർ സംസാരിച്ചു. അതിരൂപത പബ്ലിക് റിലേഷൻസ് വകുപ്പ് ഏർപ്പെടുത്തിയ സിൽവർ ജൂബിലി അവാർഡ് സിസ്റ്റർ ലിസ്മയ്ക്കും സമ്മാനിച്ചു. KSU നേതാവിന്റെ വീട്ടിൽ കയറി കുടുംബാംഗങ്ങളെ പോലീസ് അധിക്ഷേപിച്ചതായി പരാതി. KSU ജില്ലാ സെക്രട്ടറി ഗണേഷിന്റെ ആറ്റൂർ പ്ലാവിൻ ചുവടുള്ള വീട്ടിൽ അർദ്ധരാത്രിയിലെത്തിയ വടക്കാഞ്ചേരി പോലീസാണ് സ്ത്രീകൾ ഉൾപ്പെടെയുള്ള കുടുംബാംഗങ്ങളെ അധിക്ഷേപിച്ചതായി
അധിക്ഷേപിച്ചതായാണ് പരാതി. KSU SFI സംഘർഷവുമായി ബന്ധപ്പെട്ട് 15 ദിവസത്തോളമായി ഒളിവിൽ കഴിയുന്ന ഗണേശനെ തിരക്കിയാണ് പോലീസ് അർദ്ധരാത്രിയിൽ വീട്ടിലെത്തുന്നത്. CI ഷാജഹാന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം വീട്ടിലെത്തി മകൻ ഗുണ്ടയാണെന്നും മറ്റും പറഞ്ഞ് കുടുംബാംഗങ്ങളെ നിരന്തരം ഭീഷണിപ്പെടുത്തുന്നതായാണ് ആക്ഷേപം. ഇതുമായി ബന്ധപ്പെട്ട് കുടുംബം തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർക്കും കോടതിയിലേക്കും പരാതികൾ നൽകിയിട്ടുണ്ട്. പിന്നെ സ്ഥിരമായിട്ട് അടിപിടി ഉണ്ടാക്കുന്നവരെ മകന് പണി. വയസ്സായ കാലത്ത് നിങ്ങൾക്ക് ഇതിന് തന്നെ സമയം ഉണ്ടാവും കേട്ടോ. മകൻ അത്രയും നന്ന് കേട്ടോ. മകന് സ്ഥിരം ഇതിന്റെ പണി, ഇതന്നെ മകന് സ്ഥിരം പണി. ഗർഭചിത്രം നടത്താൻ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA നിർബന്ധിച്ച യുവതിയുടെ മൊഴി അന്വേഷണ സംഘം എടുക്കും. രാഹുലിനെതിരെ ആദ്യം ആരോപണം ഉന്നയിച്ച് റിനി ആൻഡ് ജോർജ്, ട്രാൻസ് വുമൺ അവന്തിക അടക്കമുള്ളവരിൽ നിന്നും അന്വേഷണ സംഘം മൊഴിയെടുക്കും. ഗർഭചിത്ര ആരോപണത്തിൽ യുവതി നേരിട്ട് പരാതി നൽകിയിട്ടില്ലെങ്കിലും അതിജീവിത മൊഴി നൽകുമെന്ന പ്രതീക്ഷയിലാണ് പ്രത്യേക അന്വേഷണ സംഘം. ലൈംഗിക പരാതി അന്വേഷിക്കുന്ന പ്രത്യേക സംഘമാണ് നടപടി ആരംഭിക്കുന്നത്. കിടപ്പ് രോഗികൾക്ക് ഓണം ആഘോഷിക്കുവാനുള്ള സാധനങ്ങൾ എത്തിച്ചു നൽകി വീണ്ടും മാതൃകയാവുകയാണ് പുത്തൻപീടികയിലെ ജീവകാരുണ്യ സംഘടനയായ കാരുണ്യ. 4 ചുമരുകൾക്കുള്ളിൽ ജീവിതം തള്ളി നീക്കുന്നവർക്കായി ഓണത്തിന് വസ്ത്രങ്ങളും സദ്യവട്ടങ്ങളും എത്തിച്ചു നൽകുന്ന പതിവ് ഇത്തവണയും തുടർന്ന് കാരുണ്യ. പൊതുജന പങ്കാളിത്തത്തോടെ പ്രവർത്തിക്കുന്ന പുത്തൻപീടികയിലെ കാരുണ്യ വെൽഫെയർ ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റിയിൽ ഓണക്കാലം കരുതലിന്റെയും സഹവർത്തിത്വത്തിന്റെയും കാലമാണ്. വളണ്ടിയർമാർ, നഴ്സുമാർ തുടങ്ങി ഡോക്ടർമാർ വരെ രോഗികൾക്ക് എത്തിച്ചു നൽകാനുള്ള സാധനങ്ങൾ തയ്യാറാക്കുന്നതിൽ അണിചേരും. ക്യാൻസർ ഉൾപ്പെടെ ഗുരുതര രോഗം ബാധിച്ച 50 പേർക്കാണ് എല്ലാ മാസവും ഇവിടെ നിന്ന് സാധനങ്ങൾ എത്തിച്ചു നൽകുന്നത്. ഡോക്ടർമാരുടെ പരിചരണവും മരുന്നുകളും സൗജന്യമാണ്. കൂടാതെ 150ഓളം കിടപ്പ് രോഗികൾക്ക് പരിചരണവും കാരുണ്യ നൽകി വരുന്നുണ്ട്. 12 വർഷം മുൻപ് 15 പേർ ചേർന്ന് ആരംഭിച്ച സംഘടനയായ കാരുണ്യ സമൂഹത്തിലെ അവശതകൾ പേറുന്ന ആളുകൾക്കൊപ്പം നിന്നപ്പോൾ കൂടുതൽ പേർ ഈ പ്രസ്ഥാനത്തിന് പിന്തുണയുമായി എത്തുകയായിരുന്നു. 13 വർഷം മുമ്പാണ് ഈ സൊസൈറ്റി രൂപീകരിച്ചത്. ഇന്നിപ്പോൾ അത് വളരെ നല്ല രീതിയിൽ എത്തിയിട്ടുണ്ട്. ഈ നാട്ടിലത്തെ ആബാലവൃദ്ധം ജനങ്ങളും ഇതിനോട് സഹകരിക്കുന്നതുകൊണ്ടാണ് ഈ സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നത്. ഇതിൻ്റെ മുഴുവൻ പ്രവർത്തനങ്ങളും സൗജന്യമായിട്ടാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജനങ്ങളുടെ സംഭാവന കൊണ്ടാണ് ഈ പ്രസ്ഥാനം മുഴുവനായിട്ട് നടന്നു പോകുന്നത്. വാടക കെട്ടിടത്തിൽ നിന്ന് 5 വർഷം മുൻപ് സ്വന്തമായി 3 നില കെട്ടിടം പണിത് 500ഓളം ആളുകളുടെ പിന്തുണയിലാണ് കാരുണ്യയുടെ ഇപ്പോഴത്തെ പ്രവർത്തനം. സെക്രട്ടറി ശ്രീമുരുകൻ അന്തിക്കാട്, എക്സിക്യൂട്ടീവ് മെമ്പർ KJ വിൻസെന്റ്, ജോയിന്റ് സെക്രട്ടറി രവികുമാർ, ജോൺ, ട്രീജോ, ഡോക്ടർ ദിൽഷ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് കാരുണ്യ പ്രവർത്തകർ ഓണക്കിറ്റുകൾ തയ്യാറാക്കി വീടുകളിൽ എത്തിക്കുന്നത്. ഇവരുടെ കൂടെ ഹോം കെയർ പോയി തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത് നമ്മുടെ ചുറ്റുപാടിൽ ഒരുപാട് നമ്മളുടെ സഹായം ആവശ്യമുള്ള ഒരുപാട് ഫാമിലീസ് ഉണ്ടെന്ന് മനസ്സിലായി. ജീവിതത്തിൽ തളർന്നു പോയവർക്കാണ് നമ്മുടെ സഹായം വളരെ അത്യാവശ്യമാണ്. നമ്മൾ സമൂഹത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യാനായിട്ട് എല്ലാവരും ഒന്ന് സഹകരിച്ച് മുന്നോട്ട് വരണം. നമ്മുടെ സമൂഹത്തിന് വേണ്ടി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. TCV ന്യൂസ്, തൃശൂർ. ഓണവിശേഷങ്ങളുമായി ഓണം പൊന്നോണം. പായസമില്ലാതെ മലയാളികൾക്ക് എന്തോണം? ഓണമായാൽ പലതരം പായസങ്ങൾ നമ്മെ വിരുന്നൂട്ടുമെങ്കിലും പായസങ്ങളിൽ കേമൻ എന്നും പാലട തന്നെയാണ്. ഓണാഘോഷ വിഭവങ്ങളിൽ എന്നും മുൻപന്തിയിലാണ് പായസത്തിന്റെ സ്ഥാനം. നാവിൽ കൊതിയൂറും പാലട, പരിപ്പ്, പഴം തുടങ്ങി തനി നാടൻ മാമ്പഴപ്പായസം വരെ എത്തി നിൽക്കുന്നു പായസങ്ങളിലെ വെറൈറ്റി. അതുകൊണ്ട് തന്നെ ഓണക്കാലമായാൽ സദ്യവട്ടമൊരുക്കങ്ങളിൽ പായസങ്ങളുടെ വൈവിധ്യവും ആഘോഷത്തിന്റെ പൊലിമ വർദ്ധിപ്പിക്കും. ഓണക്കാലത്ത് മാത്രം ലക്ഷക്കണക്കിന് ലിറ്റർ പായസമാണ് ഓരോ ദിവസവും മലയാളികൾ ആസ്വദിച്ചു നുകരുന്നത്. ഇന്നിന്റെ തിരക്ക് പിടിച്ച ജീവിതയാത്രകൾക്കിടയിൽ ഓണസദ്യയും പായസവുമെല്ലാം വീടുകളിൽ തന്നെ തയ്യാറാക്കിയിരുന്ന മലയാളികളുടെ മുൻകാല പതിവിന് അല്പം കോട്ടം തട്ടിയതോടെ ഹോട്ടൽ, കാറ്ററിംഗ്, ഇവന്റ് സ്ഥാപനങ്ങളിലെ തിരക്കേറും. അത്തന്നാൾ മുതൽ തുടങ്ങുന്ന ഇവിടങ്ങളിലെ തിരക്ക് തിരുവോണം വരെ തുടരും. ഇതോടെ പായസപ്രേമികൾക്കായി രുചികരവും സ്വാദിഷ്ടവുമായ വിവിധയിനം പായസങ്ങൾക്കായുള്ള വിപണിയുടെ കലവറ ഏറെ സജീവമാകും.
ശീലം മാറിയ മലയാളിക്ക് വില എത്രയായാലും പാരമ്പര്യത്തനിമ വിളിച്ചോതി പലതരം പായസം വിളമ്പിയുള്ള സമൃദ്ധമായ സദ്യയില്ലാതെ ഒരു ഓണാഘോഷവും പൂർണ്ണമാകില്ല. ഓണനാളുകളിൽ കേരളക്കരയെ പുതുമയുടെ കസവണിയിക്കുവാനുള്ള തിരക്കിലാണ് കുത്താമ്പുള്ളി നെയ്ത്തുഗ്രാമം. പലവിധ ഡിസൈനുകളിൽ തീർത്ത തുണിത്തരങ്ങൾ തേടി 10,000-കണക്കിന് ആളുകളാണ് ഓരോ ദിവസവും കുത്താമ്പുള്ളിയിൽ എത്തുന്നത്. ഓണനാളുകളിൽ മലയാളികൾക്ക് ഒഴിച്ചുകൂടാനാകാത്ത വസ്ത്രങ്ങളാണ് കസവുമുണ്ട്, സെറ്റ് സാരി, സെറ്റുമുണ്ട് എന്നിവ. കുത്താമ്പുള്ളിയിലെ നെയ്ത്തുകാരുടെ കരവിരുതിൽ കസവിൽ തീർത്ത വിവിധ ഡിസൈനുകളിലുള്ള തുണിത്തരങ്ങൾക്ക് എന്നും ആവശ്യക്കാർ ഏറെയാണ്. കസവിൽ തീർത്ത തുണിത്തരങ്ങൾ മാത്രമല്ല, ഒരു കുടക്കീഴിൽ എല്ലാ തരത്തിലുള്ള വസ്ത്രങ്ങളും ഇവിടെ നിന്ന് ലഭിക്കും. കൊച്ചി രാജാവിന്റെ ഭരണകാലത്ത് തുണിത്തരങ്ങൾ നെയ്യാനായി കൊണ്ടുവന്ന് പാർപ്പിച്ച ദേവാംഗ സമുദായക്കാരാണ് ഇന്നും കുത്താമ്പുള്ളിയിൽ നെയ്ത്തിലും വ്യാപാരത്തിലും വ്യാപൃതരായിരിക്കുന്നത്. തിരുവില്ലാമല ഗ്രാമപഞ്ചായത്തിലെയും പരിസര പ്രദേശങ്ങളിലെയും നിരവധി പേർക്ക് തൊഴിൽ നൽകുന്ന ഇടവുമാണ് കുത്താമ്പുള്ളി. വിദേശ രാജ്യങ്ങളിൽ ഓണം ആഘോഷിക്കുന്ന മലയാളികൾക്കുള്ള തുണിത്തരങ്ങൾ ഓൺലൈനായും ഇവിടെ നിന്ന് എത്തിച്ചു നൽകുന്നു. ഗായത്രിപ്പുഴയുടെയും ഭാരതപ്പുഴയുടെയും സംഗമ കേന്ദ്രമായ കുത്താമ്പുള്ളിയിൽ ഊടും പാവും നെയ്യുന്നത് ഒരു സംസ്കാരത്തിന്റെ ഇഴപൊട്ടാത്ത പാരമ്പര്യത്തിനു കൂടിയാണ്. TCV ന്യൂസ്, തിരുവില്ലാമല. വടക്കാഞ്ചേരി പുന്നംപറമ്പ് വാർഡിന്റെ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഗൃഹസമ്പർക്ക പരിപാടി സംഘടിപ്പിച്ചു. സീനിയർ കോൺഗ്രസ് നേതാവായിരുന്ന CT ദേവസ്യയുടെ വസതിയിൽ നടന്ന ഗൃഹസമ്പർക്ക പരിപാടിക്ക് ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് വർഗീസ് വാഗെ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ജോണി ചിച്ചിലപ്പള്ളി, വാർഡ് പ്രസിഡന്റ് നിക്സൺ ആലപ്പാട്ട്, ബൂത്ത് പ്രസിഡന്റ് ജോയ് എന്നിവർ പങ്കെടുത്തു. മൂന്നുമുറി സെന്റ് ജോൺസ് ദി ബാപ്റ്റിസ്റ്റ് ദേവാലയത്തിലെ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ സ്നാപക യോഹന്നാന്റെ ഊട്ടുതിരുനാൾ ആഘോഷിച്ചു. ദിവ്യബലിക്ക് ഫാദർ ലിൻഡൻ മേലേപ്പുറം മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഫാദർ ഷാജു ചിറയത്ത് സന്ദേശം നൽകി. തുടർന്ന് നടന്ന പ്രദക്ഷിണത്തിൽ നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. വികാരി ഫാദർ തോമസ് വെളുക്കനാടൻ ഊട്ടുനേർച്ച വെഞ്ചരിപ്പ് നിർവഹിച്ചു. നേർച്ചയൂട്ടിൽ ആയിരക്കണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. അസിസ്റ്റന്റ് വികാരി ഫാദർ ജെയ്സൺ ചൊവ്വലൂർ, ജനറൽ കൺവീനർ ബേബി കണ്ണമ്പള്ളി, കൈക്കാരൻ തോമസ്, കേന്ദ്രസമിതി പ്രസിഡന്റ് നൈജോ ആൻഡോ, വാസുപുരത്തുകാരൻ തുടങ്ങിയവർ തിരുനാൾ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. അയ്യന്തോൾ സിവിൽ ലൈൻ പാർക്ക് വർക്കേഴ്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ മാരക ലഹരിക്കെതിരെ വാക്കത്തോൺ നടത്തി. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. അഡ്വക്കേറ്റ് KP അജയകുമാർ, ജെയിംസ് മുട്ടിക്കൽ എന്നിവർ നേതൃത്വം നൽകി. ശ്രീനാരായണ ഗുരുദേവന്റെ 171ാമത് ജയന്തി ആഘോഷത്തിന്റെ ഭാഗമായി തൃശൂർ SNDP യൂണിയന്റെ നേതൃത്വത്തിൽ ശാഖകളിലേക്ക് നടത്തിയ ജയന്തി ആഘോഷ വിളംബര ജാഥയ്ക്ക് ഒളരിക്കര സെൻട്രൽ സ്വീകരണം നൽകി. ശാഖാ പ്രസിഡന്റ് KS സുധീരൻ, സെക്രട്ടറി ഷാജു, പ്രേമാവതി, ഗോവിന്ദൻകുട്ടി, ബിന്ദു ഉണ്ണികൃഷ്ണൻ, അജീഷ് കോഴിപ്പറമ്പിൽ എന്നിവർ നേതൃത്വം നൽകി. യൂണിയൻ പ്രസിഡന്റ് IG പ്രസന്നനാണ് ജാഥ ക്യാപ്റ്റൻ. ഇടവേള. TCVയിലെ നിങ്ങളുടെ ഇഷ്ട അവതാരകർ ഓണവിശേഷങ്ങളുമായി എത്തുന്ന ഓണം ചാറ്റ് ഷോ. മലയാളി ടെലിവിഷൻ പ്രേക്ഷകരുടെ ഇഷ്ടതാരം, സീരിയലുകളിലൂടെ സുപരിചിതനായ നവനീത് കൃഷ്ണ ഓണവിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു TCV ചാനലിലൂടെ. TCV ക്യാമ്പസ് ഓണം. തൃശൂർ ജില്ലയിലെ വിവിധ ക്യാമ്പസുകളിലെ ഓണാഘോഷം ഈ ഓണ ദിവസങ്ങളിൽ നിങ്ങൾക്കും കണ്ടാസ്വദിക്കാം. തിരുവോണത്തിന് നിങ്ങളോട് സംസാരിക്കാൻ മാവേലി എത്തുന്നു TCVയിൽ. തത്സമയം നിങ്ങൾക്കും വിശേഷങ്ങൾ പങ്കുവയ്ക്കാം. കളിച്ചിരിയുമായി ഈ ഓണത്തിന് സുന്ദരിമാരെത്തുന്നു TCV ഓണക്കൂട്ടിൽ. ഓണവിപണിയിലെ രുചിക്കൂട്ടുകൾ തേടിയൊരു യാത്ര, ഓണ രുചിക്കൂട്ട്. തിരുവോണ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ നിങ്ങൾ റെഡിയാണോ? കേൾക്കാൻ ഞങ്ങൾ റെഡി. തിരുവോണ ദിവസം രാവിലെ തത്സമയ ഫോണിൻ പ്രോഗ്രാം. ഓണം മലയാളികൾക്ക് സമ്മാനിച്ച ഒരുപാട് ഓർമ്മകളുണ്ട്. ആ കഥകളുമായി TCV പ്രത്യേക പരിപാടി തിരുവോണമുറ്റത്ത്.
ഉത്രാട ദിവസം നിങ്ങളുടെ ഓണവിശേഷങ്ങൾ തത്സമയം പങ്കുവയ്ക്കാം ലൈവ് ഫോണിൻ പ്രോഗ്രാമിലൂടെ. ഓണത്തിന്റെ വരവറിയാൻ ഉത്രാടപ്പാച്ചിൽ കണ്ടാൽ മതി. ഉത്രാടപ്പാച്ചിൽ കാഴ്ചകൾ TCVയിലൂടെ ആസ്വദിക്കാം. ഈ ഓണം കളറാക്കാം TCVക്കൊപ്പം. ഫൺ വിത്ത് മാവേലി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മണിക ഗോൾഡൻ ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. ഫൺ വിത്ത് മാവേലി നോം എത്തിയിരിക്കുന്നു. പൂവിളി പൂവിളി പൊന്നോണമായി. 15 കൊല്ലമായി നമ്പൂരിച്ച ഒരു സർവീസിലിരിക്കാൻ വേണ്ടിട്ട് പ്രീതി എങ്ങനെയാണോ ചോദ്യം ചെയ്യുന്നത്? ഒന്നാവുക ചെയ്ത് 3 കുട്ടികളുടെ അത്രേ ഉള്ളൂ. അത്തം മുതൽ ഉത്രാടം വരെ രാത്രി 7:30, പുനഃസംരക്ഷണം രാത്രി 10:30, ഉച്ചയ്ക്ക് 12 മണിക്കും. മനസ്സാകി നിലാവ് ചന്തത്തിനൊട്ടും കുറവില്ല പെണ്ണേ ചന്ദനപ്പൂമയിലേ. തെയ്താരോ തെയ്യം താരാ. ഫൺ വിത്ത് മാവേലി നിങ്ങൾക്കായി സമർപ്പിച്ചത് മണിക ഗോൾഡൻ ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. വാർത്തയിലേക്ക്. ആളൂർ ഗ്രാമപഞ്ചായത്തും കുടുംബാരോഗ്യ കേന്ദ്രവും സംയുക്തമായി ജനകീയ പങ്കാളിത്തത്തോടെ സമ്പൂർണ്ണ നേത്രദാന സമ്മതപത്ര ക്യാമ്പയിന് തുടക്കം കുറിച്ചു. കണ്ണംകുന്നി വീട്ടിൽ അഡിലൻ ലോറൻസ് ജോസിന്റെ കയ്യിൽ നിന്നും നേത്രദാന സമ്മതപത്രം ഏറ്റുവാങ്ങി. പഞ്ചായത്ത് പ്രസിഡന്റ് KR ജോജോ ഉദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് MS വിനയൻ അധ്യക്ഷനായിരുന്നു. ആളൂർ കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഇൻചാർജ് ഡോക്ടർ അനുപമ വിജയൻ, ഹെൽത്ത് ഇൻസ്പെക്ടർ റോയ് വിൽഫ്രഡ്, ഒപ്റ്റോമെട്രിസ്റ്റ് NS വിദ്യ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രതി സുരേഷ് എന്നിവർ സംസാരിച്ചു. ഓഗസ്റ്റ് 30 മുതൽ സെപ്റ്റംബർ 15 വരെ നടക്കുന്ന യജ്ഞത്തിൽ 5000 പേരിൽ നിന്ന് നേത്രദാന സമ്മതപത്ര സമർപ്പണമാണ് ലക്ഷ്യമിടുന്നത്. ഇരിങ്ങാലക്കുട മണ്ഡലത്തിൽ നാളെയും മറ്റന്നാളും ലഹരിവിരുദ്ധ ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ R ബിന്ദു അറിയിച്ചു. സെന്റ് ജോസഫ് കോളേജിൽ സാഹിത്യ മത്സരങ്ങളും പൊറത്തിശ്ശേരി കണ്ഠാരം തറ മൈതാനിയിൽ 18 ടീമുകൾ അണിനിരക്കുന്ന ഓണക്കളി മത്സരവും ടൗൺഹാളിൽ നാടൻപാട്ട് മത്സരവും അരങ്ങേറും. ജനറൽ കൺവീനർ ഡോക്ടർ കേസരി മേനോൻ, വെള്ളാങ്കല്ലൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുധാ ദിലീപ്, DPC KR സത്യപാലൻ, ജീവൻലാൽ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കേരള സ്റ്റേറ്റ് പെൻഷൻ അസോസിയേഷന്റെ നേതൃത്വത്തിൽ പുതിയ അംഗങ്ങൾക്കുള്ള സ്വീകരണവും പെൻഷനേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കലോത്സവത്തിൽ പങ്കെടുത്തവരെ ആദരിക്കലും സംഘടിപ്പിച്ചു. കുന്നംകുളം ഇന്ദിരാഭവനിൽ നടന്ന പരിപാടി ജില്ലാ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. മേഖലാ പ്രസിഡന്റ് M ഹരിദാസൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി അബ്ദുൾ മജീദ്, ജില്ലാ സെക്രട്ടറി ഇൻചാർജ് ഫ്രാൻസിസ്, സംസ്ഥാന കൌൺസിലർ DS സുബ്രഹ്മണ്യൻ, ജില്ലാ കൌൺസിലർ യേശുദാസ്, KC റെജി എന്നിവർ സംസാരിച്ചു. ഇന്ത്യയിലെ നാഷണൽ തലത്തിലും 2 ലക്ഷം കോടി രൂപയാണ് കഴിഞ്ഞ മാസത്തെ നീറ്റ് പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ മണലിത്തറ സ്വദേശിനി നിമിഷ U നായരെ യൂത്ത് കോൺഗ്രസ് തെക്കുംകര മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആദരിച്ചു. മണ്ഡലം പ്രസിഡന്റ് അനീഷ് കണ്ടംമാട്ടിൽ അധ്യക്ഷത വഹിച്ചു. തൃശൂർ ജില്ലയിലെ കലാധ്യാപകരുടെ സംഘടനയായ CSSTU ഓണാഘോഷം സംഘടിപ്പിച്ചു. കർണാടക സംഗീത യജ്ഞൻ AE വാമനൻ നമ്പൂതിരി ഉദ്ഘാടനം ചെയ്തു. സംഘടനയുടെ ജില്ലാ പ്രസിഡന്റ് അജിത സുരേഷ് അധ്യക്ഷത വഹിച്ചു. സംവിധായകൻ ദീപക് നാരായണൻ മുഖ്യാതിഥിയായിരുന്നു. അമീബിക് മസ്തിഷ്ക ജ്വരം പടരുന്ന സാഹചര്യത്തിൽ കൊണ്ടാഴി പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ ജലമാണ് ജീവൻ ക്യാമ്പയിന് തുടക്കം കുറിച്ചു. കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നടന്ന ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് K ശശിധരൻ ക്യാമ്പയിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷ KK പ്രിയംവദ അധ്യക്ഷയായി. മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സതീഷ് പരമേശ്വരൻ, സ്ഥിരം സമിതി അധ്യക്ഷ V നിമിഷാമോൾ, പഞ്ചായത്തംഗം ശിവൻ വീട്ടിക്കുന്ന് തുടങ്ങിയവർ പങ്കെടുത്തു. തലപ്പിള്ളി താലൂക്ക് NSS യൂണിറ്റിന്റെയും വനിതാ യൂണിറ്റിന്റെയും ആഭിമുഖ്യത്തിൽ ഓണാഘോഷവും പൂക്കള മത്സരവും നടന്നു. താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് P കൃഷികേഷ് പൂക്കള മത്സരത്തിന്റെ ഉദ്ഘാടനവും വിജയികൾക്കുള്ള ക്യാഷ് അവാർഡുകളും വിതരണം ചെയ്തു. വനിതാ യൂണിയൻ അംഗങ്ങൾക്കുള്ള തിരുവാതിരക്കളി അരങ്ങേറി. യൂണിയൻ വൈസ് പ്രസിഡന്റ് KV രവീന്ദ്രൻ, സെക്രട്ടറി S ശ്രീകുമാർ, വനിതാ യൂണിയൻ പ്രസിഡന്റ് P കുമാരി തുടങ്ങിയവർ പങ്കെടുത്തു.
മുസ്ലിം ലീഗ് വെങ്കിടങ്ങ് പഞ്ചായത്ത് കമ്മിറ്റി BVCD തങ്ങൾ അനുസ്മരണ യോഗം സംഘടിപ്പിച്ചു. മുസ്ലിം ലീഗ് തൃശൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് RA അബ്ദുൾ മനാഫ് അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്തു. മുസ്ലിം ലീഗ് വെങ്കിടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് PM മുക്സീൻ അധ്യക്ഷത വഹിച്ചു. പാവറട്ടി വടക്കുംഭാഗം തിരുനാൾ ആഘോഷ കമ്മിറ്റിയുടെ ആതുര സഹായ നിധിയുടെ ഭാഗമായി ഓണം ബമ്പർ ടിക്കറ്റ് വിൽപ്പന തുടങ്ങി. ഫണ്ട് ശേഖരണത്തിന്റെ ഭാഗമായി ഓണം ബമ്പർ ടിക്കറ്റ് വിൽപ്പനയുടെ പ്രകാശനവും ആദ്യ വിൽപ്പനയും വികാരി ഫാദർ ആന്റണി ചെമ്പകശ്ശേരി നിർവഹിച്ചു. പ്രസിഡന്റ് സാംസൺ ചിരയം കണ്ടത്ത് അധ്യക്ഷനായിരുന്നു. ജോയി പീറ്റർ, P. ജിമ്മി, CP രാജു, സൈമൺ, OM ഫ്രാൻസിസ് തുടങ്ങിയവർ പങ്കെടുത്തു. മണലൂർ സെന്റ് തെരേസാസ് UP സ്കൂളിലെ ഒന്നിച്ചോണം നല്ലോണം പരിപാടി മുൻ MPCN ജയദേവൻ ഉദ്ഘാടനം ചെയ്തു. ലോക്കൽ മാനേജർ മദർ ഹൃദയ അധ്യക്ഷത വഹിച്ചു. ഹെഡ് മിസ്ട്രസ് സിസ്റ്റർ വിന്നി, PTA പ്രസിഡന്റ് സിജോ മാത്യു, PTA പ്രസിഡന്റ് KP പ്രവീണ, സീനിയർ അധ്യാപിക TL എൽസി, മുൻ അധ്യാപിക CL മേരി എന്നിവർ പങ്കെടുത്തു. വിവിധ ഓണാഘോഷ പരിപാടികൾ നടന്നു. കുന്നംകുളം പോപ്പുലർ ആർട്സ് ആൻഡ് സ്പോർട്സ് സെന്റർ ഓണാഘോഷം ശനിയാഴ്ച കുന്നംകുളം ടൗൺ ഹാളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. കരാട്ടെ, കടാരപ്പയറ്റ്, ഉറുമി പ്രയോഗം എന്നീ അഭ്യാസങ്ങളും ഉണ്ടായിരിക്കും. തളിക്കുളം GVHSൽ SPC വിദ്യാർത്ഥികളുടെ ഓണക്കാല ത്രിദിന പഠന ക്യാമ്പ് ആരംഭിച്ചു. ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PM അഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് സജീഷ് MS അധ്യക്ഷത വഹിച്ചു. ഹൈസ്കൂൾ പ്രധാനാധ്യാപിക അബ്സത്ത് തളിക്കുളം, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PK അനിത വാടാനപ്പള്ളി, SI ജയകുമാർ, CPO സുരേഖ, പ്രിൻസിപ്പാൾമാരായ ആശ, ഷിജി തുടങ്ങിയവർ പങ്കെടുത്തു. ഇടപെടൽ രക്ഷിതാക്കളൊക്കെ പറയുന്നത് കേട്ടുകൊണ്ട് നല്ല രീതിയിൽ നല്ല അച്ചടക്കത്തോടുകൂടി ഇപ്പോൾ ക്യാമ്പ് പനി വിജയമാക്കാൻ എല്ലാ വിദ്യാർത്ഥികളുടെയും സഹകരണം ആവശ്യമാണ്. നല്ല പൗരന്മാരായി, രാഷ്ട്രബോധമുള്ള പൗരന്മാരായി വളർത്തുക. വാണിജ്യം. ആഗോളതലത്തിലെ പ്രമുഖ ലേഡീസ് ഇന്നർവെയർ ബ്രാൻഡായ സിഫാമയുടെ തൃശൂരിലെ ഔട്ട്ലെറ്റുകളിൽ ഓണത്തോടനുബന്ധിച്ച് ഒരുക്കിയിരിക്കുന്നത് മികച്ച ഡിസ്കൗണ്ട് ഓഫറുകൾ. ഇന്നർവെയർ ഷോപ്പിംഗിൽ സ്ത്രീകൾക്ക് വിപ്ലവകരമായ അനുഭവങ്ങൾ സമ്മാനിച്ച ഇന്ത്യയിൽ നിന്നുള്ള ആഗോള മുൻനിര അടിവസ്ത്ര ബ്രാൻഡുകളിലൊന്നാണ് സിവാമെ. വസ്ത്രധാരണത്തിൽ സ്ത്രീകളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്ന സിവാമെ അടിവസ്ത്ര നിർമ്മാണ ശ്രേണിയിൽ ചുരുങ്ങിയ കാലം കൊണ്ടാണ് സ്ത്രീ ഉപഭോക്താക്കളുടെ വിശ്വാസമാർജിച്ച് വിപണിയിൽ മുൻനിര ഇന്നർവെയർ ബ്രാൻഡായി മാറിയത്. ബൈ വൺ ഗെറ്റ് വൺ പോലെ ഓരോ പർച്ചേസിനും ഉപഭോക്താക്കൾക്ക് ആകർഷകങ്ങളായ ഓഫറുകൾ എല്ലായ്പ്പോഴും സമ്മാനിക്കുന്ന സിവാമെ ഈ ഓണത്തിന് 60% വരെ ഡിസ്കൗണ്ടാണ് ഒരുക്കിയിരിക്കുന്നത്. ലോങ് വെയറുകൾ, ഷേപ്പ് വെയറുകൾ, വയേർഡ്, നോൺ വയേർഡ് തുടങ്ങി വിവിധതരം ലേഡീസ് ഇന്നർവെയറുകൾ മികച്ച ഓഫറുകളിലൂടെ സ്വന്തമാക്കാനുള്ള അവസരമാണ് സിവാമയുടെ തൃശ്ശൂരിലെ ഔട്ട്ലെറ്റുകളിൽ വിഭാവനം ചെയ്തിരിക്കുന്നത്. റിലയൻസ് ഗ്രൂപ്പിന്റെ മറ്റൊരു സംരംഭമായ സിവാമയുടെ തൃശ്ശൂർ കുട്ടനല്ലൂർ ഹൈലൈറ്റ് മാളിലെ 2ാം നിലയിൽ പ്രവർത്തിക്കുന്നതും പുഴയ്ക്കൽ ശോഭ സിറ്റി മാളിലെയും സിവാമയുടെ ഔട്ട്ലെറ്റുകളിൽ ഈ ഓഫറുകൾ ലഭ്യമാണ്.
ഓണത്തോടനുബന്ധിച്ച് അതിശയിപ്പിക്കുന്ന വിലക്കുറവുമായി തൃശൂർ പോസ്റ്റ് ഓഫീസ് റോഡിലെ MR ഹോം മാർട്ടിന്റെ ഓണം സ്പെഷ്യൽ ബിഗ് ഓഫർ സെയിൽ. ലോകോത്തര കിടക്കകളും ഗൃഹോപകരണങ്ങളും ഫർണിച്ചറുകളും മറ്റാർക്കും നൽകാൻ കഴിയാത്ത വിലയിൽ ഉപഭോക്താക്കൾക്ക് ലഭ്യമാക്കുകയാണ് തൃശൂരിലെ MR ഹോം മാർട്ട്. ഓണം സ്പെഷ്യൽ ബിഗ് ഓഫർ സെയിലിലൂടെ ഉൽപ്പന്നങ്ങൾക്ക് വൻ വിലക്കുറവാണ് ഷോറൂം നൽകുന്നത്. ലോകോത്തര ബ്രാൻഡഡ് കിടക്കകൾ 5 വർഷത്തെ റീപ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെയും ഒട്ടേറെ ഉൽപ്പന്നങ്ങൾ പകുതി വിലയിലും സ്വന്തമാക്കാനുള്ള സുവർണ അവസരമാണ് MR ഹോം മാർട്ട് ഒരുക്കിയിരിക്കുന്നത്. ആധുനികതയും പാരമ്പര്യ പ്രൗഢിയും നിറഞ്ഞ വൈവിധ്യമാർന്ന ഡിസൈനുകളിലുള്ള വുഡൻ ഫർണിച്ചറുകളുടെയും സ്റ്റീൽ അലമാരകളുടെയും ക്രോക്കറി, ക്രിസ്റ്റൽ, ഗ്ലാസ് ഉൽപ്പന്നങ്ങളുടെയും അതിവിപുലമായ ശേഖരമാണ് വിശാലമായ ബഹുനില ഷോറൂമിൽ സജ്ജമാക്കിയിട്ടുള്ളത്. വിവിധ മോഡലുകളിലുള്ള സെറ്റുകൾ, ടീപ്പോയ്, ഡൈനിങ് ടേബിൾ, കസേരകൾ, കട്ടിലുകൾ, പ്രീമിയം ബ്രാൻഡുകളുടെ ഗുണമേന്മയാർന്ന പ്ലാസ്റ്റിക് ചെയറുകൾ, ഓഫീസ് ടേബിളുകൾ, ചെയറുകൾ കൂടാതെ ഇമ്പോർട്ടഡ് ഉൽപ്പന്നങ്ങളുടെ ആകർഷകമായ കളക്ഷനുകളും ഷോറൂമിൽ ഒരുക്കിയിട്ടുണ്ട്. റീറ്റെയിൽ രംഗത്ത് കേരളത്തിലുടനീളം ശൃംഖല ആരംഭിക്കാൻ ഒരുങ്ങുന്ന MR ഗ്രൂപ്പിന്റെ സംരംഭമായ തൃശൂരിലെ MR ഹോം മാർട്ട് ഈ ഓണക്കാലത്ത് സ്പെഷ്യൽ ബിഗ് ഓഫർ സെയിലിലൂടെ ഉപഭോക്താക്കൾക്ക് അത്യുഗ്രൻ പർച്ചേസിംഗ് അനുഭവമാണ് സമ്മാനിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾക്ക് 9846671199. ഇന്നത്തെ സ്വർണ്ണ നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 9620 രൂപ, പവന് 76,960 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. തൃശൂർ വാണിയംപാറയിൽ വൻ ലഹരിവേട്ട, വാഹന പരിശോധനയ്ക്കിടെ MDMAയുമായി യുവതിയടക്കം 3 പേർ പിടിയിൽ. ചേലക്കരയിൽ പഞ്ചായത്ത് അംഗത്തെ ക്രൂരമായി മർദ്ദിച്ച് റോഡിൽ തള്ളിയതായി പരാതി. ബൈക്കിന്റെ അമിത വേഗത ചോദ്യം ചെയ്തതിനാലാണ് ആക്രമണം. മർദ്ദിച്ച ശേഷം യുവാക്കൾ കടന്നു കളഞ്ഞു. അന്വേഷണം ആരംഭിച്ച് പോലീസ്. അന്തിക്കാട് ബസ് യാത്രക്കിടെ യാത്രക്കാരി കുഴഞ്ഞു വീണു മരിച്ചു. മുറ്റിച്ചൂർ സ്വദേശിനി ലീലയാണ് മരിച്ചത്. മമ്മിയൂരിൽ ആംബുലൻസ് ഓട്ടോറിക്ഷയിലിടിച്ച് ഒരു കുടുംബത്തിലെ 6 പേർക്ക് പരിക്കേറ്റു. അതിരപ്പള്ളി മലക്കപ്പാറ റോഡിൽ ആനക്കയത്ത് KSRTC ബസിന് നേരെ കാട്ടാനയുടെ ആക്രമണം. യാത്രക്കാർ ബഹളം വെച്ചതോടെ ആനകൾ കാടുകയറി. ഗുരുവായൂർ ക്ഷേത്രത്തിൽ കല്യാണ മാമാങ്കം. ഒരേ സമയം 5 മണ്ഡപങ്ങളിലായി 227 വിവാഹങ്ങൾ നടന്നു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.